കമ്പൈൻഡ് ആയിട്ടുള്ള പരിശോധനയാണ് ഇതിനും നടത്തുക. അപ്പോൾ ഈ ഡ്രോൺ പരിശോധനകൾ തുടരും എന്ന് തന്നെയാണ്. അത് ഉദ്ദേശിക്കുന്നത് ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് കൂടിയാണല്ലോ അല്ലേ? അതായത് മണ്ണിനടിയിൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തുക എന്നുള്ളത് അല്ലേ? അത് അപ്പോൾ തുടരാൻ തന്നെയാണ് തീരുമാനം ഡിനി? അതെ 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 തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു തീരുമാനത്തിൽ. ഒന്ന്, ശ്രീ മഞ്ജുഷ് പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. ഐബോർഡ് ബേസ്ഡ് ആയിട്ടുള്ള ആ ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ നേരത്തെ അർജുന്റെ കേസിൽ കണ്ട പോലെ എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള മൂവ്മെന്റോ അതോ എന്തെങ്കിലും രീതിയിലുള്ള മണ്ണിൽ താഴെ എന്തെങ്കിലും ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തും. രണ്ടാമതായിട്ട് ഈ ഡ്രോൺ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നദിയുടെ രണ്ട് ഭാഗത്തും കാടാണ്, അല്ലെങ്കിൽ അവിടെ ചില സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ ആ പ്രദേശങ്ങളിൽ ഡ്രോൺ വെച്ചിട്ട് നമുക്ക് സർവൈലൻസ് നടത്തി അല്ലെങ്കിൽ അവിടുത്തെ ആ ഏരിയ കണ്ടെത്തി അവിടെ എന്തെങ്കിലും മൂവ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മനുഷ്യന്റെ എന്തെങ്കിലും രീതിയിലുള്ള റിമൈൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മൂന്നാമതായിട്ട് അവർ തന്നെ പറഞ്ഞ ഈ മണ്ണിന്റെ ഈ മാറ്റം, കാരണം അതിന് റീഹാബിലിറ്റേഷന് വരുമ്പം ആ ഒരു മാറ്റം മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രമാത്രം മാറ്റം ഏതൊക്കെ ഏരിയയിൽ ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്ന അവരെ വീണ്ടും ഒരു പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റും അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അതിനുവേണ്ടിയുള്ള പഠനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ എങ്ങനെയായിരുന്നോ ഇപ്പോഴെങ്ങനെയാണ് എന്നുള്ള ആ സ്ഥിതി വെച്ച് കമ്പയർ ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. മണ്ണിന്റെ അവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്രമാത്രം പാറകൾ വന്ന് അവിടെ അടിഞ്ഞിട്ടുണ്ട്, നേരത്തെ ആ വീടിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥ എങ്ങനെയാണ്. കാരണം ഇപ്പൊ ഈ റിപ്പോർട്ട്സ് എല്ലാം ചെയ്തില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പം അതിനൊരു ടൈം ലാഗ് വരും, പിന്നീട് റീഹാബിലിറ്റേഷൻ അത്രമാത്രം ഡിലേ ആവും. അപ്പൊ എനിക്ക് തോന്നുന്നു അതെല്ലാം വെച്ചിട്ട് തന്നെ ആയിരിക്കും, അതായത് ആർമി ചെയ്യേണ്ട കാര്യങ്ങൾ ആർമിയുടെ ഭാഗത്തു നിന്നും ബാക്കിയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഐ തിങ്ക് റവന്യൂ ആയാലും ശരി മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയാലും അവരും എനിക്ക് തോന്നുന്നു സൈഡ് ബൈ സൈഡ് ആയിട്ട് തന്നെ അത് തുടങ്ങിയാണ്. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ലെന്ന് തോന്നുന്നു, അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് തുടങ്ങാന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു കമ്പൈൻഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഫസ്റ്റ് ഫോക്കസ് ഇപ്പോഴും ആരെങ്കിലും എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ലാൻഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഇനിയും ദിവസങ്ങൾ എടുത്ത് ചെയ്യേണ്ടതല്ലേ? കാരണം ഈ കൂറ്റൻ പാറക്കല്ലുകൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് 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 അങ്ങനെ കുറെ സമയം എടുക്കും. കാരണം അത് പെട്ടെന്നൊന്നും തീരാൻ പോകുന്നില്ല. കാരണം നമുക്കറിയാം ഒരു ചെറിയ ഏരിയ തന്നെ ക്ലിയർ ചെയ്യണമെങ്കിൽ എത്രമാത്രം ദിവസങ്ങൾ നമ്മൾ എടുത്തതെന്ന് അറിയാം. അപ്പൊ ഇതിപ്പം എത്രയോ ഏരിയ ഉണ്ട്, അപ്പൊ ആ ഏരിയ മൊത്തം ക്ലിയർ ചെയ്യാൻ ധാരാളം സമയം എടുക്കും. പക്ഷെ ഇപ്പോഴും കാരണം ഇന്ന് 5ാം ദിവസമാണ്, ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴും ആർമിയെ സംബന്ധിച്ചോളം ആക്ച്വലി NDRFനെ സംബന്ധിച്ചോളം അവര് നോക്കുന്ന എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ, എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ സ്റ്റക്ക് ആയിരിക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക. അപ്പൊ അത് തീർച്ചയായിട്ടും ഈ ഡ്രോൺ വെച്ചിട്ട് അത് നാളെ മറ്റന്നാളുമായിട്ടൊക്കെ 2 ദിവസം ചെയ്യുമ്പോൾ ആ ഒരു ചാൻസ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെയും ഈ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ് പരിശോധന നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മെസ്സേജ് വന്നിരിക്കുന്നത്, ഐബോർഡ്സ് അണ്ടർടേക്സ് ട്രയൽ റൺ അറ്റ് ഗ്രൗണ്ട് സീറോ ടു ചെക്ക് പ്ലാറ്റ്ഫോം ഫിറ്റ്നസ് ആൻഡ് ഡേറ്റ ക്വാളിറ്റി, ഓപ്പറേഷണൽ ഡിപ്ലോയ്മെന്റ് ടുമാറോ. അപ്പോൾ നാളെ മുതൽ അത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്കും പോവുകയാണ്. പോവും തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അവര് തെർമൽ ഇമേജിംഗ് കൂടി ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്, തെർമൽ ഇമേജർ വെച്ച് ഗ്രൗണ്ടിന് താഴെ ഏതെങ്കിലും രീതിയിലുള്ള ബോഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ എനിക്കറിയാം 5-6 ദിവസം കഴിയുമ്പോൾ അതിന്റെ ചാൻസസ് കുറവാണ്. പക്ഷെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, അത് 0.001% ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രമായിരിക്കും പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് നിർത്തുന്നു അല്ലെങ്കിൽ സെർച്ച് ഇനിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഫിസിക്കലി അവരെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഫിസിക്കലി ചെയ്യുന്നതിന്റെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ തൊട്ടേ ആ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു തീരുമാനം അതേ ഡയറക്ഷൻ തന്നെയാണ് കാണിക്കുന്നത്. അതായത് ടെക്നോളജി വെച്ച് ഇനി മനുഷ്യൻ എത്താൻ പറ്റാത്ത സ്ഥലം എവിടെയൊക്കെ ഉണ്ടോ, അത് ചിലപ്പം മലയുടെ മുകളിലാവാം, കാട്ടിലാവാം, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഈ സർഫേസിന്റെ താഴെയാവാം, അത് പുഴയുടെ ഉള്ളിലാവാം അല്ലെങ്കിൽ സൈഡിലാവാം. അങ്ങനെ എവിടെ ആയാലും ശരി, അത് ഏതെങ്കിലും ഇടിഞ്ഞു പോയ വീടുകളുടെ ഉള്ളിലാവാം. അപ്പൊ ആ ഏരിയയിലെല്ലാം സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ടെക്നോളജി ബേസ്ഡ് ആയിട്ട് ഇവിടെ ഇൻ സ്പെസിഫിക് ഡ്രോൺ ബേസ്ഡ് ആയിട്ട് ഒരു സെർച്ച് നടത്തി അങ്ങനെ വന്നു കഴിഞ്ഞിട്ടും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. അഥവാ ഒന്നും കിട്ടിയില്ലെങ്കിൽ ദെൻ അറ്റ്ലീസ്റ്റ് ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു മെക്കാനിസം ഉപയോഗിച്ചില്ല എന്ന്, അല്ലെങ്കിൽ ആ മെക്കാനിസം നമ്മൾ ഉണ്ടായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരത്തില്ല. കാരണം അത് തന്നെയാണ് അതിന്റെ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ വെച്ച് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവർ മുന്നോട്ട് പോകുന്നത്. ശരി, ശ്രീ നാസർ, താങ്കൾക്ക് കേൾക്കാമല്ലോ അല്ലേ? ഇപ്പോൾ താങ്കൾ പറഞ്ഞു വന്നത് അവിടെ കുറേയേറെ പേരെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുവാനായിട്ട് ഈ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നായിരുന്നുവല്ലോ. എന്താണ്, താങ്കൾ പൂർത്തിയാക്കിക്കോളൂ.